എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും സംസ്ഥാനത്ത് വിവിധ രോഗങ്ങൾ മൂലം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി സഹായ വിതരണം നടക്കുന്നുണ്ട്. സഹായ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് വിവിധ രോഗങ്ങൾ മൂലം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി ധനസഹായ വിതരണം നടക്കുന്നുണ്ട്. ധനസഹായ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ രോഗിയുടെ പേരിൽ ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനുള്ള സംവിധാനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റു ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയും ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ അപേക്ഷ അത് കൃത്യമായിട്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ അത് വില്ലേജ് ഓഫീസർ തലത്തിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടുകയും അന്വേഷണങ്ങൾ നടത്തിയ ശേഷം അർഹതയുള്ള എല്ലാ വ്യക്തികൾക്കും തന്നെ ആനുകൂല്യം വളരെ കൃത്യമായിട്ട് തന്നെ ഓരോ മാസങ്ങളിലും സർക്കാർ വിതരണം ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ തത്സമയ അപ്ഡേഷനുകളൊക്കെ തന്നെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപേക്ഷയുടെ ട്രാക്കിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഫോണുകളിലേക്ക് SMS മുഖാന്തരം അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അർഹതയുള്ള എല്ലാവരും തന്നെ കൃത്യമായിട്ടും അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. പ്രധാനമായിട്ടും അപകട മരണങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ FIRഉം മറ്റ് അനുബന്ധ വിവരങ്ങളും നമ്മൾ ഇതോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതാണ്. വൈദ്യ ചികിത്സയ്ക്കായി യോഗ്യതയുള്ള ഒരു മെഡിക്കൽ ഓഫീസറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും നൽകേണ്ടതാണ്. അതുപോലെ തന്നെ ദുരിതങ്ങൾ മൂലമുള്ള ദുരിതം അനുഭവിക്കുന്നവരുടെ വിവരങ്ങൾ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ചെയ്യുകയും തഹസീൽദാർ വഴി കളക്ടർക്ക് സമർപ്പിക്കുന്നതാണ് പതിവ് രീതി. അതോടൊപ്പം തന്നെ നമുക്ക് ഇത് മുഖാന്തരം ജില്ലാ കളക്ടർമാർ വരെ 10,000 രൂപ വരെയാണ് ചികിത്സാ സഹായ ഫണ്ട് ലഭ്യമാകുന്നത്. സ്പെഷ്യൽ സെക്രട്ടറി ആണെങ്കിൽ പരമാവധി 15,000 രൂപയും റവന്യൂ വകുപ്പ് മന്ത്രിയാണെങ്കിൽ 25,000 രൂപ വരെയും മുഖ്യമന്ത്രി ആണെങ്കിൽ പരമാവധി 3 ലക്ഷം രൂപ വരെയും ക്യാബിനറ്റ് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലൂടെ പരമാവധി 3 ലക്ഷം രൂപ വരെയും നമുക്ക് ലഭ്യമാകുന്നതാണ്. അപേക്ഷകൾ റവന്യൂ വകുപ്പാണ് പ്രോസസ്സിംഗ് ചെയ്യുന്നത്. എല്ലാ പ്രോസസ്സിങ്ങും ഇലക്ട്രോണിക് രീതിയിലാണ് ചെയ്യുന്നത്. CMDRFൻ്റെ ഓൺലൈൻ സൈറ്റുകൾ മുഖാന്തരം അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ മോഡുകളിൽ ലഭിക്കുന്ന അപേക്ഷകർ നൽകിയ വിശദാംശങ്ങൾ സാധൂകരിക്കുന്നതിനായി പരിശോധനകൾ ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഗ്രാമതലത്തിൽ സാധൂകരണത്തിന് ശേഷം എല്ലാ അപേക്ഷകളും താലൂക്ക് തലത്തിലേക്കും ഓഫീസ് തലങ്ങളിലേക്കും കളക്ടറേറ്റ് ആവശ്യമാണെങ്കിൽ റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറി, റവന്യൂ മന്ത്രി, മുഖ്യമന്ത്രി തലങ്ങളിലേക്ക് കൈമാറുന്നതാണ്. പ്രധാനമായിട്ടും അർഹതയുള്ളവർ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ചെറിയൊരു രീതിയിലുള്ള ധനസഹായമാണെങ്കിലും ധനസഹായം കിട്ടുന്നത് കളയാതിരിക്കുക. ഇതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ നിലവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി സ്വീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി അപേക്ഷിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.